നമുക്കൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കിയാലോ? സംഭവം കിടിലാണെങ്കിലും ഇത് കണ്ണിൽ കണ്ട സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും റെസിപ്പി ഉള്ളതാണ്. സാൽമണും ക്രീമും ബട്ടറൊക്കെ വെച്ച് ഭയങ്കര സിമ്പിളാണ്. പക്ഷേ എൻ്റെ കണ്ണിൽ കണ്ട സാധനങ്ങൾ വെച്ച് ഞാൻ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും. വേറെ ഒന്നുമല്ല, ഇതിൽ ബട്ടറില്ല, പകരം ഈ സ്പ്രെഡാണുള്ളത്. ആ സ്പ്രെഡിൽ സാൽമൺ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സീസണിങ് ആയിട്ട് ഞാൻ പെപ്പർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഉപ്പും. പിന്നെ അതിലേക്ക് ഓണിയനും ഗാർലിക്കും ഒക്കെ ഇട്ട് ക്രീം ഒഴിച്ച്, എനിക്ക് ഈ സാൽമണിൻ്റെ കൂടെ കിട്ടിയ ചീസാണ്, അത് ഞാൻ ഒരെണ്ണം ഇടുന്നുണ്ട്. കൂടുതലായാൽ ചിലപ്പോൾ ഒരു മട്ടിപ്പ് വന്നാലോ. എന്നിട്ട് അതിലേക്ക് സാൽമണും ഇട്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മിൽക്കും ഒഴിച്ച് നല്ല കുറുക്കി എടുക്കുക. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. എനിക്കിത് പണ്ട് അപർണ തോമസിൻ്റെ യൂട്യൂബ് ചാനലില്ലേ, അതിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. കണ്ടതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ എൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടി. എപ്പോൾ സാൽമൺ കിട്ടിയാലും ഞാനിത് ഉണ്ടാക്കാറുണ്ട്. ഇത് റൈസ് നൂഡിൽസാണ്, നൂലപ്പല്ല. പക്ഷേ ഇത് മൈക്രോവേവ് ചെയ്തപ്പോൾ കറക്റ്റ് നൂലപ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ പ്ലേറ്റിലിട്ടാലും ആ ചട്ടിയിൽ നിന്ന് കഴിക്കുമ്പോഴാണ് നമുക്കൊരു തൃപ്തി കിട്ടുള്ളൂ. ഇത് കറുകപ്പട്ടയുടെ ഇലയാണോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്, ഉറപ്പില്ല. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ഇത് രാവിലെ കഴിച്ചാൽ ഇനി ഒരു 4 മണിയായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. പക്ഷെ നല്ല ഫില്ലിംഗ് ആണ്, നല്ല കിടുവാണ്, അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ഇത് കാണുന്നവർ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.